സിനിമ പത്മരാജനും ലോഹിതദാസും സത്യനന്ദിക്കാടും ശ്രീനിവാസനും വേണുനാഗവള്ളിയും ബാലചന്ദ്രമേനോനും സിബി മലയിലും ലാൽ ജോസും പ്രിയദർശനും ഹരിഹരനും അങ്ങനെ ഒട്ടേറെ പ്രതിഭകൾ ചേർന്ന മലയാളം സിനിമ. സന്ദേശവും ദശരഥവും വാത്സല്യവും ടി ബാലഗോപാലൻ എയും വരവേൽപ്പും കള്ളൻ പവിത്രനും പൊന്മുട്ടയിടുന്ന താറാവും ഒരു വടക്കൻ വീരഗാഥയും മതിലുകളും തുടങ്ങി ഒട്ടേറെ മലയാളം സിനിമകൾ. മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും ജയറാമും ദിലീപും മുരളിയും തിലകനും ഭരത് ഗോപിയും നരേന്ദ്രപ്രസാദും ജഗതിയും ഇന്നസെന്റും തുടങ്ങി ഒട്ടേറെ മഹാപ്രതിഭകൾ. ഉർവശി, ശോഭന, KPC ലളിത, സുകുമാരി, കവിയൂർ പൊന്നമ്മ തുടങ്ങിയ ഒട്ടേറെ മലയാളം നായികമാർ. അവാർഡ് സിനിമകളെ ആയാലും കൊമേഴ്സ്യൽ സിനിമകളായാലും ജനങ്ങൾ ഏറ്റെടുത്തു. കലാമൂല്യമുള്ള സിനിമകളെ ജനങ്ങൾ ഇരുകൈയും നീട്ടി ഏറ്റെടുത്തു. അക്കരെ നിന്നൊരു മാരൻ, ഓടരുതമ്മാവ ആളറിയ, അരംപ്ലസ് കിന്നരൻ, പട്ടണപ്രവേശം, അങ്ങനെ ഒട്ടേറെ മലയാള സിനിമകൾ കോമഡി ചിത്രങ്ങൾ കണ്ട് മലയാളികൾ കൈയടിച്ചു, പൊട്ടിച്ചിരിച്ചു. മതിലുകളും പൊന്തന്മാടയും മൃഗയെയും വാനപ്രസ്ഥവുമെല്ലാം ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. 90s കുട്ടികളെയും സിനിമ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. സ്കൂളുകളിലും മറ്റും പോമോനെ ദിനേശ എന്നും സവാരി ഗിരിഗിരി എന്നും ഓർമ്മയുണ്ടോ ഈ മുഖമെന്നും ചന്തുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ എന്നും അടി സഖ്യ എന്നൊക്കെ പറഞ്ഞ് നടന്നൊരു കാലമുണ്ടായിരുന്നു ഞങ്ങൾക്ക്. ബാഹുബലി എന്ന സിനിമയ്ക്ക് ശേഷം ബാഹുബലി എന്ന സിനിമ 2ാം ഭാഗം ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനുശേഷം ഒരു ട്രെൻഡ് ആരംഭിക്കുകയായി. എല്ലാ അന്യഭാഷാ ചിത്രങ്ങളും മലയാള സിനിമ മാത്രമല്ല എല്ലാ അന്യഭാഷാ ചിത്രങ്ങളിലും ഈ 2ാം ഭാഗം എന്ന ഒരു ട്രെൻഡ് ആരംഭിക്കുകയുണ്ടായി. ബാഹുബലിക്ക് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു കഥയ്ക്ക് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് 2ാം ഭാഗം എന്നത്. അതിനുശേഷം മലയാള സിനിമ ഉൾപ്പെടെ എങ്ങനെ കൊണ്ടുവന്ന ഒരു കഥ നിർത്തണമെന്ന് പോലും അറിയാതെ, എങ്ങനെ ഒരു തിരക്കഥ കംപ്ലീറ്റ് ആക്കി നിർത്തണമെന്ന് പോലും അറിയാതെ, അവസാനം കോടികളുടെ കണക്ക് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വിവാദങ്ങൾ ഉണ്ടാക്കി സൃഷ്ടിച്ചുകൊണ്ട് ഒരു കഥ കംപ്ലീറ്റ് ആകാത്ത ഒരു കഥയെ കൊണ്ടുവന്ന് തിയേറ്ററിൽ കൊണ്ട് പ്രദർശിപ്പിച്ചതിന് ശേഷം ഇനി ഇതിനൊരു 2ാം ഭാഗം എന്ന് എഴുതി കാണിക്കുന്നു. കഴുതകളായിട്ടുള്ള നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നു 2ാം ഭാഗം വരുവാനായിട്ട്. പക്ഷേ ഈ 2ാം ഭാഗം വരുന്നു. പക്ഷേ 1ാം ഭാഗത്ത് നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് വേറൊരു പശ്ചാത്തലത്തിൽ ഈ കഥ അങ്ങ് തുടങ്ങുകയാണ്. ഒരു സിനിമയുടെ 2ാം ഭാഗം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഒരു കഥ എഴുതി എങ്ങനെ കൊണ്ട് അവസാനിപ്പിക്കണമെന്നറിയാതെ ഒന്ന് അവസാനിപ്പിക്കുന്നു, അടുത്ത് എങ്ങനെ തുടങ്ങണമെന്നറിയാതെ ഒന്ന് തുടങ്ങുന്നു, അത് വീണ്ടും അവസാനിക്കുന്നു, വീണ്ടും 3ാം ഭാഗം എന്നുള്ള രീതിയിലേക്ക് സിനിമ പോകുന്നു. അങ്ങനെ പോകുമ്പോഴും കൂടുതലും വയലൻസിനും കൊള്ളയ്ക്കും കൊലപാതകത്തിനുമൊക്കെയാണ് ഇവിടെ പ്രാധാന്യം കൽപ്പിക്കുന്നത്. വയലൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. ഇത് കാണുന്നതോടുകൂടി ഞാൻ പറഞ്ഞു, എൻ്റെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ 90s ഉൾപ്പെടെ സവാരി ഗിരിഗിരി, ഓർമ്മയുണ്ടോ മുഖം അല്ലെങ്കിൽ പോമോനെ ദിനേശ എന്ന് പറയുന്നതിന് പകരം നടുവിരൽ പൊക്കി കാണിക്കുന്ന ഒരു തലമുറ സ്കൂളുകളിൽ ഉണ്ടാവുന്നുണ്ട്. ചീത്ത വിളിക്കുന്നുണ്ട്. തല്ലുമാല, മാർക്കോ പോലുള്ള സിനിമകൾ കണ്ടിട്ട് തല്ലുമാല കണ്ടിട്ട് എത്രയോ കല്യാണ വീടുകളിൽ പോയിട്ട് പപ്പടം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അടി ഉണ്ടാക്കുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അതൊരിക്കലും സിനിമയെ കുറ്റം പറയുന്നതല്ല. പക്ഷെ സിനിമ വയലൻസ് അല്ലെങ്കിൽ അടിപിടിയൊക്കെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുമ്പോൾ കുട്ടികളത് അനുകരിക്കുന്നുണ്ട്. കാരണം ഇന്നത്തെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് മൊത്തത്തിൽ ഒരു മാലിന്യമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളെ മാത്രം കുറ്റം പറയുന്നതല്ല. അത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ സ്കൂളിൽ നല്ലൊരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ മാഷുമാർക്ക് അല്ലെങ്കിൽ വഴിയെടുത്ത് പഠിപ്പിക്കാനുള്ള ഒരു പിന്തുണയൊക്കെ കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളിലും നമ്മൾ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതോടുകൂടി കുട്ടികൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനുള്ള നല്ല മാഷുമാരില്ലാതായി. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ നല്ല ക്വാളിറ്റിയുള്ള മാഷുമാരില്ല എന്നതാണ് വാസ്തവം. അവരെപ്പോഴും റീലുകൾ ചെയ്യുന്നു, ഷോ കാണിക്കുന്നു. ഇതിനു വേണ്ടി മാത്രം അധ്യാപകരുണ്ടാകുന്നു, അവരുടെ പുറകെ കുട്ടികളുണ്ടാകുന്നു. വീട്ടിലാണെങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ. കുട്ടികളോട് മാതാപിതാക്കൾക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്നു. കുട്ടികളെ പേടിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അച്ഛനും അമ്മയെയും പേരെടുത്ത് വിളിക്കുന്ന കുട്ടികളുണ്ടാകുന്നു. എടാപ്പോടാ എന്ന് വിളിക്കുന്ന, ഫ്രണ്ട്ലി ആണെന്ന് പറയുന്ന, സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്ന ഒരു ഫാമിലിയാണ് എന്നൊക്കെയുള്ള രീതിയിൽ പറയപ്പെടുന്നു. എന്നിട്ട് പിന്നീട് കുട്ടികൾ എന്തെങ്കിലും തെറ്റുകളിൽ പോയി പെടുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ അവസ്ഥ. അപ്പോൾ നല്ല അധ്യാപകരുണ്ടാകുന്നില്ല, നല്ല പേരൻസ് ഉണ്ടാകുന്നില്ല. രാഷ്ട്രീയ പാർട്ടികൾ കുട്ടികളെ മുതലെടുത്തുകൊണ്ട് ഗുണ്ടായിസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് എത്തിക്കുന്നുണ്ട്. അതിന് വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ അതിന് കുറ്റക്കാരാണ്. അതുപോലെ തന്നെ മീഡിയാസും ഇതുപോലെ വയലൻസിന് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നു എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. രാത്രി കാലങ്ങളിൽ പോലും ഒരു 10 മണി 10:30 ആകുമ്പോഴത്തേക്കും ഇവർ എല്ലാ കുറ്റകൃത്യങ്ങളും അണിനിരത്തിക്കൊണ്ട് ഒരു സീരിയൽ പോലെ അങ്ങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കിടന്നുറങ്ങാൻ പോകുന്ന ആളുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ ഫ്രഷ് മൈൻഡിലേക്ക് വീണ്ടും കൊലപാതകവും കൊല്ലും കൊലയും മാത്രം.
നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ എന്ന പേരിൽ കുറേ കഴുതകൾ അല്ലെങ്കിൽ മണ്ടന്മാർ എന്തൊക്കെയോ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നു. ഇവർ നേരിട്ട് തന്നെ കുട്ടികളിലോട്ട് അല്ലെങ്കിൽ അവരുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിലൂടെ അവരിലേക്ക് കൂടുതൽ ഇഞ്ചക്റ്റ് ചെയ്യുകയാണ് അവരുടെ ഈ വൃത്തികെട്ട വാക്കുകളും അവരുടെ ഓരോ ചിന്തകളും ഒക്കെ. പക്ഷേ ആ ചിന്തകൾ ഒരിക്കലും നല്ലതായിരുന്നുവെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പക്ഷേ അവർ പറയുന്ന ഓരോ വാക്കുകളും ചീത്തുകളും അവർ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് കുട്ടികളെ വഴിതെറ്റിക്കുന്ന ഒരുപാട് തിന്മകളും ഇതെല്ലാം കൂടി ചേർന്ന് നമ്മുടെ സമൂഹം ഒരു മാലിന്യ കൂമ്പാരമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സിനിമ മാത്രമല്ല, സിനിമയുടെ എല്ലാ കുറ്റവും സിനിമയുടെ മുകളിലോട്ട് കൊണ്ടുവയ്ക്കുന്ന ഒരു പ്രവണത അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നമ്മുടെ സിസ്റ്റം മൊത്തത്തിൽ ഒരു തെറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ ഒരു മാറ്റം വേണം. പക്ഷെ മാറ്റം ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതേയില്ല. പക്ഷേ കലാകാരന്മാർക്ക് അല്ലെങ്കിൽ ഇനി വരുന്ന കലാകാരന്മാർക്ക് നമ്മുടെ സാമൂഹികമായിട്ടുള്ള ഒരു പ്രതിബദ്ധത ഉണ്ടാകണം. നമ്മുടെ വളർന്നു വരുന്ന തലമുറയോട് ഒരു പ്രതിബദ്ധത ഉണ്ടാകണം. നാളെ വരുന്ന തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നല്ലത് കാണിച്ചു കൊടുക്കണം. പിന്നെ ചിലർ ചോദിക്കുന്നുണ്ട്, പണ്ടത്തെ സിനിമകളിലും കള്ളും കഞ്ചാവും കൊള്ളരുതായ്മയും പീഡനങ്ങളും എല്ലാം നടക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഉള്ള സിനിമകളിൽ അത് വരുമ്പോഴത്തേക്ക് നിങ്ങൾ പ്രതികരിക്കുന്നു അല്ലെങ്കിൽ കുറ്റം പറയുന്നു എന്നൊക്കെ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പണ്ട് ഒരു തിന്മ ഉണ്ടാകുന്നുവെങ്കിൽ അവസാനം ആ തിന്മയെ നന്മയിലോട്ട് കൊണ്ടുവരുന്ന ഒരു ചേരുവ കൂടി ആ സിനിമയിൽ ഉണ്ടായിരുന്നു. ശുഭം എന്ന് പറയുന്ന ഒരു എൻഡിങ് ഉണ്ടായിരുന്നു ആ സിനിമയ്ക്ക് അൾട്ടിമേറ്റ് ആയിട്ടൊരു എൻഡിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ സിനിമകളിൽ എവിടെയാണ് എൻഡിങ് ഉള്ളത്? അവസാനം വരെ വയലൻസ് മാത്രമാണ് കാണാൻ കഴിയുന്നത്. ഇത് കാണുന്ന അല്ലെങ്കിൽ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ വഴിതെറ്റുന്നുണ്ട് എന്നതിൽ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. മലയാളം സിനിമ അന്നും ഇന്നും അന്നത്തെ സിനിമയുടെ ക്വാളിറ്റി ഇന്നത്തെ സിനിമയ്ക്കില്ല. അതായത് വിഷ്വലി അല്ലെങ്കിൽ ടെക്നിക്കലി ഉള്ള ക്വാളിറ്റിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. എഴുത്തിലുള്ള കാര്യമാണ്, സംവിധാനത്തിലുള്ള കാര്യമാണ്, അഭിനയത്തിലുള്ള കാര്യമാണ്. പ്രതിഭകൾ ഉണ്ടാവുന്നില്ല, നല്ല എഴുത്തുകാരുണ്ടാവുന്നില്ല, നല്ല സംവിധായകന്മാരുണ്ടാവുന്നില്ല. അവരെപ്പോഴും വിവാദങ്ങൾ സൃഷ്ടിച്ച് എങ്ങനെ സിനിമയെ വിജയിപ്പിക്കാം അല്ലെങ്കിൽ കോടിക്കണക്ക് പറഞ്ഞ് എങ്ങനെ ആൾക്കാരെ കണ്ണിൽ പൊടിയിട്ട് എങ്ങനെ അതിൽ കൂടുതൽ പണം ഉണ്ടാക്കാം എന്നൊക്കെയുള്ള ചിന്തയിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഒരു സിനിമ കംപ്ലീറ്റ് ആകുന്നില്ല. വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പണം ഉണ്ടാക്കാം എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇത് കലാകാരന്മാർക്ക് ചേർന്ന പണിയാണോ എന്ന് ചിന്തിക്കേണ്ടത് സിനിമാ പ്രവർത്തകർ തന്നെയാണ്.